അമ്മേ സമ്മതിച്ചോടി വിജയൻ? യു എങ്ങനെ മനസ്സിലായി അമ്മയ്ക്ക്? നിന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇന്നലത്തെ തലേണ മന്ത്രം ഏറ്റെന്ന്. തലേണ മന്ത്രോ? അമ്മയ്ക്ക് എന്തറിയാം? വിജയേട്ടനെ കൊണ്ട് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം സമ്മതിപ്പിക്കണമെങ്കിലേ ഹോ ഒരു 10 പേരോട് യുദ്ധം ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടില്ല. എന്നിട്ടിപ്പോ സമ്മതിച്ചോ? ആ, ശ്യാമളിച്ച് വിളിക്കാൻ പറഞ്ഞു. ഞാനീ മദ്രാസിന് വിടുവോ അവൻ? വീടൂന്നേ. അപ്പോ ഞാൻ ശ്യാമളെ വിളിക്കട്ടെ? ആദ്യം നമ്മുടെ കേസിന്റെ കാര്യം പറയണ്ട. പിന്നെ ജാനി വിട്ടുതരുമെന്ന് അവരാണല്ലോ ആദ്യം ചോദിച്ചത്. നമ്മൾ അതേ കയറി പിടിച്ചാ മതി. ജാനി വിട്ടുതരാന്ന് പറ, എന്നിട്ട് വിജയേട്ടന്റെ കേസിന്റെ കാര്യം പറയണം. ജാനിയെ മദ്രാസിന് എങ്ങനെ കൊണ്ടുപോടി? ആര് കൊണ്ടുപോകും? വിജയം കൊണ്ടുപോവോ? പിന്നെ വിജയേട്ടന്റെ കൂടെ ഞാൻ എന്തായാലും അയക്കില്ല. വേറെ ആരുമില്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോകും. 2 ദിവസം ലീവ് എടുത്താൽ മതിയല്ലോ. 4 മാസം നിൽക്കാനാണെന്ന് പറഞ്ഞ അവള് സമ്മതിച്ചില്ലെങ്കിലോ? ആര് പറയുന്നു 4 മാസത്തേക്കാണെന്ന്? മദ്രാസിൽ ചെന്ന് കഴിഞ്ഞാൽ അവള് വിവരം അറിയും. ആ, അക്കാര്യം വിജയനോട് പ്രത്യേകം പറഞ്ഞേക്കണം, അവളോട് പറയില്ലെന്ന്. അമ്മ ആദ്യം ശ്യാമളെ ചെന്ന് വിളിക്കേ, എന്നിട്ട് വേണം ബാക്കി കാര്യം. ആ ശരി, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. നീ ആ ടാപ്പൊന്ന് പൂട്ടിക്കേ. ഹലോ അമ്മ, കേരള ഫോൺ അമ്മയ്ക്കാ. ഹലോ, ഞാൻ സരസമ്മയാ. ആരാ അവിടെ? അമ്മയ്ക്ക് കൊടുക്കാവേ, പ്ലീസ് ഹോൾഡ് ഓൺ. ഹലോ, ആരാ? സരസമ്മയാ. ശ്യാമളയാണോടി? ആ, ശ്യാമളയാ. അമ്മ ഇതെവിടെയാ? എറണാകുളത്താ, രത്നമ്മയുടെ കൂടെ. പിന്നെന്താ ഇങ്ങോട്ട് വിളിച്ചേ? ഇങ്ങനെയൊരു പതിവില്ലല്ലോ. അമ്മയ്ക്ക് മക്കള് 4 ഉള്ളൂ. മഴവെള്ളത്തിൽ ഒഴുകി വന്നപ്പോ പിടിച്ചെടുത്തതല്ലേ എന്നെ? ഒന്ന് പോടി. എടീ, ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ടും ഉള്ളൂ. അതാദ്യം മനസ്സിലാക്ക് നീ. ആണ്ടിലൊരിക്കലെങ്കിലും നാട്ടിൽ വരാറുണ്ടോ നീ? പെറ്റതള്ളേ കൂടപ്പിറപ്പുകളെ കാണണമെന്ന വിചാരമുണ്ടോ നിനക്ക്? ഇല്ലല്ലോ. എടീ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമ്പർക്കമാ ബന്ധം. സമ്പർക്കമില്ലെങ്കിൽ ബന്ധവും ഇല്ല. ചുമ്മാ പറയാന്ന് മാത്രം. ആ, എന്നിട്ട് ഞാനാണല്ലോ വല്ലപ്പോഴും അങ്ങോട്ട് വിളിക്കുന്നേ. എന്തിനാ വിളിച്ചേ? നിനക്കൊരാവശ്യം വന്നപ്പോ അല്ലേടി? എന്നിട്ട് അമ്മയത് സാധിച്ചു തന്നില്ലല്ലോ. ഇപ്പോഴും ആളെ കിട്ടിയില്ലേടി? എവിടുന്നു? അമ്മയ്ക്ക് 2 മാസം വന്ന് നിൽക്കാൻ പറ്റുമോ? നിനക്കേ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ജാനിയെ പറഞ്ഞുവിടാം. സത്യം എനിക്ക് വിശ്വസിക്കാവില്ല അല്ലേ? ഞാനേ രത്നമ്മയ്ക്ക് കൊടുക്കാവേ, നിങ്ങൾ തമ്മിൽ സംസാരിക്കേ. ഹലോ ചേച്ചി. എടി രത്നമ്മേ, നിനക്കിന്ന് ലീവാണോടി? നീ ഇന്ന് പോയില്ലേ സ്കൂളില്? ഇല്ല ചേച്ചി, ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അതവിടെ നിൽക്കട്ടെ. ചേച്ചിക്ക് എത്ര നാളത്തേക്കാ ജാനി വേണ്ടത്? 3-4 മാസത്തേക്ക് മതിയടി. ശരി, ഞാൻ ജാനിയെ തരാം. പകരം എനിക്കെന്ത് തരും? നിനക്ക് എന്താ വേണ്ടത്? അത് ഞാൻ പുറകെ പറയാം. ചേച്ചിക്ക് എപ്പോഴത്തേക്ക് ജാനി വേണ്ടത്? നാളെ തരാൻ പറ്റുമെങ്കിൽ നാളെ തരണം. ഞങ്ങളാരെങ്കിലും അങ്ങോട്ട് വരണോ? വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇപ്പൊ ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അല്പം മോശമാ. എന്തു പറ്റിയടി? വിജയേട്ടന്റെ പേരിലൊരു കേസുണ്ട്. ഭൂമി തട്ടിപ്പിന് കൂട്ടുനിന്നെന്നും പറഞ്ഞ്. ശരത്തേട്ടൻ വിചാരിച്ച അത് മാറ്റിയെടുക്കാൻ പറ്റില്ലേ? ശരത്തേട്ടനും അതുമായിട്ട് എന്താ കണക്ഷൻ? ചേച്ചി, ശരത്തേട്ടന്റെ അനുജൻ റവന്യൂ മന്ത്രിയുടെ PA അല്ലേ? ഈ ഭൂമി തട്ടിപ്പ് എന്നൊക്കെ പറയുന്നത് റവന്യൂ വകുപ്പല്ലേ? ചേച്ചി സ്ട്രോങ് ആയിട്ടൊന്ന് ശുപാർശ ചെയ്താൽ മതി, സംഗതി നടക്കും. മോളെ, അച്ഛനെ ഒന്ന് വിളിക്ക്. ഞാൻ ശരത്തേട്ടനോട് റെക്കമെൻഡ് ചെയ്യാം. പക്ഷേ സംഭവം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. പത്മകുമാർ ശ്രമിച്ച തീരാവുന്ന കേസാണോ രത്നമ്മേ? മിനിസ്റ്റർ വിചാരിച്ച എന്താ നടക്കാത്തത്? സ്വന്തം PA ഒരു കാര്യം പറഞ്ഞ മിനിസ്റ്റർ കേൾക്കാതിരിക്കോ? നടക്കുന്ന കാര്യമാണെങ്കിൽ ചെയ്തു തരൂടി. രത്നമ്മ എന്തോ കേസിന്റെ കാര്യം പറയുന്നു. ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കണേ. അവൾ അവളുടെ ദത്തുപുത്രിയെ വിട്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട് വർഷയ്ക്ക് സഹായത്തിന്. ഞാനേ ശരത്തേട്ടന് കൊടുക്കാമേ. നിങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിക്ക്. ഹലോ രത്നമ്മ, എന്താ അവിടെ വലിയ കേസൊക്കെ? താലൂക്ക് ഓഫീസിലെ എന്തോ കേസാ ശരത്തേട്ടാ. എന്തോ പുറമ്പോക്ക് ഭൂമി തിരിമറി നടത്തിയെന്നോ ആർക്കോ പതിച്ചു കൊടുത്തെന്നോ മറ്റോ ആണ്. വാസ്തവത്തിൽ വിജയേട്ടന് ഒരു പങ്കുമില്ല. പക്ഷെ കേസ് വന്നത് വിജയേട്ടന്റെ പേരിലാ.
എന്താ കേസ്? ഏതാ വകുപ്പ്? എന്തൊക്കെയാ ചാർജ്? അതൊക്കെ വിജയേട്ടൻ പറയും ശരത്തേട്ടാ. ഞാൻ വിജയേട്ടന്റെ നമ്പർ സെൻഡ് ചെയ്ത് തരാം. വിജയേട്ടനൊരു മിസ് കോൾ അടിച്ചാൽ മതി, തിരിച്ചു വിളിച്ചോളും. എനിക്ക് കേസിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞുകൂടാ. ശരി, വിജയന്റെ മൊബൈൽ നമ്പർ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. ഞങ്ങൾ നേരിട്ട് സംസാരിക്കാം. ഓക്കെ? ഓക്കെ ശരത്തേട്ടാ, താങ്ക് യു. ബൈ. സാധിക്കുന്ന കാര്യമാണ് ചെയ്തു കൊടുക്കണേ. ഞാൻ ആദ്യം പത്മകുമാറിനെ ഒന്ന് വിളിക്കട്ടെ. അമ്മ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. എന്നെ ഒരു കെണിപ്പെടുത്തിയതാ. അമ്മ അത് ഫോണിൽ കൂടെ പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഞാനങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം എല്ലാം വിശദമായിട്ട് പറയാം. വയ്ക്കട്ടെ? ശരി. അതെന്താ ഞാൻ വന്നപ്പോഴും നിർത്തിക്കളഞ്ഞ്? നിന്നെ പേടിച്ചിട്ട് കട്ട് വിളിച്ചതല്ലേ? നീ കയ്യോടെ പിടിച്ച് ശിക്ഷിച്ചെങ്കിലോ? അമ്മയോടായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഇതുപോലൊരു പ്രശ്നം വന്നിട്ട് ആ സ്ത്രീ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? എന്നെ കുറ്റവിചാരണ ചെയ്യാനും വിധിക്കാനും ആണെങ്കിൽ പാഞ്ഞു വരുമല്ലോ അമ്പലപ്പുഴ എക്സ്പ്രസ്. ഒരു പ്രശ്നം വരുമ്പോ അന്നും ഇന്നും എന്റെ അമ്മ തന്നെ ശരണം. എന്നിട്ട് അമ്മയ്ക്ക് ചീത്തയും വഴക്കും. എന്നാ നിന്റെ അമ്മയ്ക്കൊരു അവാർഡ് കൊടുക്കട്ടെ രാവിലെ തന്നെ. കളിയാക്കല്ലേ വിജയേട്ടാ. ചെയ്യുന്ന ഉപകാരത്തിനൊരു നന്ദിയെങ്കിലും വേണം മനസ്സിൽ. നിങ്ങൾക്ക് നന്ദിയല്ലോ വേണ്ടത്, ചെയ്യുന്ന സഹായത്തിന് 10 ഇരട്ടിയാണല്ലോ അങ്ങോട്ടുള്ള ഡിമാൻഡ്. അതങ്ങനെയല്ലേ വേണ്ടത്. അല്ലെങ്കിൽ സഹായിക്കുന്നവരവസാനം പൊട്ടത്തികളും സഹായം സ്വീകരിക്കുന്നവരും ഇടുക്കന്മാരുമായി പോവല്ലോ. രാവിലെ ഏതാണ്ട് കെണി ഒപ്പിച്ചോണ്ടാണല്ലോ വരവ്. കെണിയും കെണിയൊന്നും അല്ല. അമ്മ ശ്യാമള ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. വിവരങ്ങളെല്ലാം വേണ്ട പോലെ പറഞ്ഞു. ശരത്തേട്ടന്റെ അനുജനെ വിളിച്ച് ശരത്തേട്ട സംസാരിക്കാന്ന് വാക്കും തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്ന് നടക്കൂടി? ഞാൻ ജയിലിൽ കയറി കഴിഞ്ഞോ? മിനിസ്റ്ററുടെ പി എക്ക് വിജയേട്ടന്റെ ഫോൺ നമ്പർ ഇന്ന് തന്നെ കൊടുക്കും. പത്മകുമാർ എന്ന പി എയുടെ പേര്. എല്ലാം ശരിയാക്കി തരാന്ന് ശരത്തേട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഇതുവരെ നടക്കുന്ന കാര്യമാണോടി? നടക്കും, ഉറപ്പാ. പിന്നെ ജാനി തൽക്കാലം ഇതൊന്നും അറിയണ്ട. മെഡ്രാസിന് ഞാൻ തന്നെ അവളെ കൂട്ടിക്കൊണ്ടു പൊക്കോളാം. എനിക്കൊരു കൂട്ടിനു വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞാൽ മതി. തിരിച്ചു പോരാൻ നേരം ഞാൻ അവളോട് വിവരങ്ങളൊക്കെ പറഞ്ഞോളാം. അതൊരു ചതിയല്ലടി രത്നമ്മേ. എന്തോന്ന് ചതി? വിജയേട്ടൻ ഇങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോ സഹായിക്കാനുള്ള കടമ അവൾക്കും ഇല്ലേ? ഒരു ചതി ഇല്ല വിജയേട്ട. അല്ലെങ്കിൽ തന്നെ ഞാനല്ലേ ചതിക്കുന്നേ. ആ പാപം എന്റെ തലയിലിരിക്കട്ടെ. വിജയേട്ടന് ഒരു കുഴപ്പവും വരില്ല.